പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടേത് കുടുംബത്തോടൊപ്പമുള്ള ഒരു യാത്രയാണ്. കണ്ണൂർ മാട്ടൂലിലുള്ള പെറ്റ് സ്റ്റേഷനിലേക്കാണ് യാത്ര. ദൂരം നോക്കാം. നമ്മുടെ ലൊക്കേഷൻ കീഴ്ശ്ശേരിയിൽ നിന്ന് 141 കിലോമീറ്റർ 4 മണിക്കൂർ യാത്ര. കോഴിക്കോട് നിന്ന് 112 കിലോമീറ്റർ 3 മണിക്കൂർ 25 മിനിറ്റ് യാത്ര. കണ്ണൂരിൽ നിന്ന് 20 കിലോമീറ്റർ 34 മിനിറ്റ് കൂടി യാത്ര ചെയ്യേണ്ടതുണ്ട്. പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന ഹൈവേയിലൂടെയാണ് യാത്ര. ഇവിടെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇത് വൺ വേ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേ നമുക്ക് തൊട്ടടുത്ത് കാണാവുന്നതാണ്. ഇത് നമ്മൾ കണ്ണൂർ മാട്ടൂലിലുള്ള പെറ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ. 100 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. നിങ്ങൾ 5 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. കാണാൻ വലിയ കട്ടോ മട്ടോ സ്ഥലമോ ഒന്നുമില്ലെങ്കിലും ധാരാളം പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും മറ്റ് ജീവികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇടം തന്നെയാണ് പെറ്റ് സ്റ്റേഷൻ. സന്ദർശകർക്ക് കാണത്തക്ക രീതിയിൽ വളരെ ക്രമമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ അരയന്നങ്ങളാണ്. ഓരോ ജീവിയുടെയും പേരും സ്വദേശവും അതിരിക്കുന്നതിൻ്റെ നേരെ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷികളുടെയും ജന്തുക്കളുടെയും കളകൂജനങ്ങൾ കൊണ്ട് മുഖരിതമാണ് അന്തരീക്ഷം. അത് ഈ പക്ഷിയുടെ പേര് സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റ്. സംസ്ഥാനത്ത് തന്നെ ഒരു അപൂർവ കാഴ്ചയാണ് കണ്ണൂർ മാട്ടൂൽ സെൻട്രൽ ബീച്ചിലെ പെറ്റ് സ്റ്റേഷൻ. പ്രിയപ്പെട്ട പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉരകങ്ങൾക്കും മത്സ്യങ്ങൾക്കുമെല്ലാമായി പെറ്റ് പ്രേമിയായ ഒരു യുവാവ് സൃഷ്ടിച്ച അപൂർവ ദൃശ്യാനുഭവമാണ് ഇത്. തത്തവർഗത്തിൽപ്പെട്ട പാരക്കിറ്റ്സ്, കോന്യൂട്സ്, പാരറ്റ്സ് എന്നിവയാണ് ഈ ഭാഗത്തുള്ളവ. ടോർക്കിസ് ഗ്രാസ് പാരക്കിറ്റ്, ബോർക്കെ പാരക്കിറ്റ് എന്നിവയെ കാണാം ഇവിടെ. ചെറുപ്പകാലത്ത് പ്രാവിനെ വളർത്തി അരുമകളോടുള്ള ചങ്ങാത്തം തുടങ്ങിയ സാബിർ എന്ന യുവാവ് സ്വന്തം അരുമകളുടെ ലോകം മറ്റുള്ളവർക്ക് കൂടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇവിടെ. തൻ്റെ ഓമന മൃഗങ്ങൾ, പക്ഷികൾ, ജന്തുക്കൾ, മത്സ്യങ്ങൾ മുതലായവയെ ഇവിടെ അദ്ദേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൊക്കാറ്റിയൽ എന്ന പക്ഷികളാണ് ഇത്. ഡാമൻഡോ എന്ന ഇനം പ്രാവുകളാണ് ഇവ. കുട്ടികൾക്കാണ് ഈ പക്ഷികളോടും മൃഗങ്ങളോടും വളരെയധികം കൗതുകം തോന്നുക. അവർ ഈ കൂടിനടുത്തെത്തിയാൽ അവിടെ നിന്ന് പോരാനെ കൂട്ടാക്കുകയില്ല. ജാവ സ്പാരോസ് എന്ന കുരുവിക്കൂട്ടങ്ങളെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതാ ഇവിടെ ഒരു കഴുതക്കുഞ്ഞ്. യഥാർത്ഥത്തിൽ ഇവൻ കഴുതക്കുഞ്ഞല്ല, കുഞ്ഞൻ കഴുതയാണ്. ഡോർഫ് ഡോങ്കി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞൻ കഴുത. അടുത്തതായി നമ്മളിവിടെ കാണുന്നത് ടർക്കിഷ് ഡംബർ ഷീപ്പ് എന്ന ആടാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് 2 കുള്ളന്മാരെയാണ്. പുങ്കന്നൂർ പശുവും കുള്ളൻ കുതിരയും. ഏഷ്യയിലെ പൊക്കം കുറഞ്ഞ തനത് നാടൻ പശുക്കളിൽ ഒന്നാണ് പുങ്കന്നൂർ പശു അല്ലെങ്കിൽ പുങ്കന്നൂർ കുള്ളൻ. പശുവിൻ്റെ ശരാശരി ഉയരം 97 സെൻറ്റിമീറ്ററും കാളയുടേത് 107 സെൻറ്റിമീറ്ററുമാണ്. ഭാരത സർക്കാരിൻ്റെ കന്നുകാലി ജനിതക വിഭാഗത്തിൻ്റെ പഠനപ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളതാണിത്. ആന്ധ്രയിലെ ചിത്തൂരിലാണ് ഇവയുടെ ഭൂരിപക്ഷവും ഉള്ളത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പശുവിന് ഒരു സാധാരണ മനുഷ്യൻ്റെ അരയൊപ്പം പൊക്കമേ കാണുകയുള്ളൂ. ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ പാലെന്നും കരുതപ്പെടുന്നു. നമ്മുടെ കേരളത്തിൽ ഇവനൊരു തുണയുണ്ട്, യെച്ചൂർ പശു. ഇവിടെ ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഇതിൻ്റെ സൈസ് നോക്കുക. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. പൂർണ്ണ വളർച്ചയെത്തിയ ഒട്ടകപ്പക്ഷിക്ക് 2 മീറ്ററിലേറെ ഉയരവും 93 മുതൽ 130 കിലോഗ്രാമിലേറെ ഭാരവുമുണ്ടാവും. ഇവയുടെ 2 വിരലുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാവാറില്ല. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഒട്ടകപ്പക്ഷിക്ക് ഓടാൻ കഴിയും. എന്നാൽ ചിറകുകളുണ്ടെങ്കിൽ കൂടി പറക്കുവാനുള്ള കഴിവില്ല.
ഒട്ടകപ്പക്ഷിക്ക് അടുത്തു തന്നെയായി ആരാണുള്ളതെന്ന് നോക്കൂ, സാക്ഷാൽ ഒട്ടകം തന്നെയാണത്. റാറ്ററ്റ് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. യമു, റിയ, കിവി തുടങ്ങിയ പക്ഷികൾക്കൊന്നും പറക്കാൻ കഴിയില്ല. ഒട്ടകപ്പക്ഷിക്ക് ദൂരക്കാഴ്ച അപാരമാണ്. ഒട്ടകപ്പക്ഷിയുടെ ശരാശരി ആയുസ് 75 വർഷമാണ്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളത് ഒട്ടകപ്പക്ഷിക്കാണ്. ഇനി ഇത്തിരി ഒട്ടകപുരാണം കേൾക്കാം. ഒറ്റ പ്രാവശ്യം 40 ലിറ്റർ വെള്ളം വരെ അകത്താക്കി മരുഭൂമി താണ്ടാൻ കഴിവുള്ള ഒരു മൃഗമാണ് ഒട്ടകം. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ കപ്പൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇതാ നമ്മുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇപ്പോൾ 40% വരെ ജലനഷ്ടം ഇവയ്ക്ക് സഹിക്കാൻ കഴിയുന്നു. മണലിൽ പുതഞ്ഞു പോകാത്ത പാദങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഒട്ടകത്തെയും ഒട്ടകപ്പക്ഷിയെയും ഒറ്റ ഫ്രെയിമിൽ നമുക്കിപ്പോൾ കാണാം. പാമ്പുകളുടെ മാളങ്ങളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായി കാണുന്നത് ചില ഇനം പെരുമ്പാമ്പുകളെയാണ്. മലമ്പാമ്പുകളെന്നും പറയും, ഇംഗ്ലീഷിൽ പൈതൻസ് എന്നും. വിവിധ ഇനം പാമ്പുകളെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പാസ്റ്റൽ ബോൾ പൈത്തൺ, റെഡ് ടൈൽ ബോയ. ശരാശരി 6 മീറ്റർ നീളവും 90 മുതൽ 100 കിലോഗ്രാം വരെ ഭാരവും പെരുമ്പാമ്പുകൾക്കുണ്ടാവും. മഴവെള്ളത്തോടൊപ്പം ഒലിച്ചാണ് ഇവ പലപ്പോഴും നാട്ടിൻ പുറത്ത് എത്തുന്നത്. മരം കയറാനും വെള്ളത്തിൽ നീന്താനും ഇവയ്ക്ക് വിഷമമില്ല. ഈ കാണുന്നതാണ് കാൻഡി കെയിൻ കോൺ സ്നേക്ക്. ഇവിടെ ഈ കാണുന്നത് പച്ചപ്പെരുമ്പാമ്പ്, ഗ്രീൻ പൈത്തൺ. ഓസ്ട്രേലിയയാണ് ഇതിൻ്റെ ജന്മദേശം. ഇതാ മറ്റൊരു മലമ്പാമ്പ്, ബനാന ബോൾ പൈതൺ. അടുത്തതായി നമ്മൾ കാണുന്നത് റാറ്റ്സ് ആൻഡ് മൈസ്, എലിവർഗ്ഗങ്ങൾ. ഇത് ഡംബോ റാറ്റ്. കരണ്ടുതീനി അഥവാ റോഡൻറ്റ് വർഗത്തിൽപ്പെട്ട ഒരു സസ്തനിയാണ് എലി. റൊഡൻഷ്യ വർഗത്തിലെ ടുമുറിഡ കുടുംബത്തിൽ ടാറ്റസ് ജനസിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് വുഡ് റാറ്റ്. മംഗോളിയൻ ജെർബിൽ എന്ന ഇനം റാറ്റുകൾ. ഇത് സിരിയൻ ഹാംസ്റ്റർ. ആകെ സസ്തനികളിൽ 1/6 എലികളാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഏത് പരിസ്ഥിതിയിലും വളരുകയും പെറ്റുപെരുകയും ചെയ്യുന്നതിനാൽ എലികൾക്ക് വംശനാശ ഭീഷണി ഇല്ല. ഒരു എലി ഏകദേശം 100 എലികളെ ഒരു വർഷം പ്രസവിക്കുന്നു. ബാൻഡഡ് മൈസ്, പിഗ്മി ഡ്വാർഫ് ഹാംസ്റ്റർ എന്നിവയെയും കാണാം. ലോകത്തെമ്പാടുമായി 4000-ഓളം സ്പെഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 4 ഇനങ്ങൾ മാത്രമേയുള്ളൂ. മംഗോളിയൻ ജെർബിൽ, ഗിനിപ്പന്നി എന്നിവയാണ് ഇവ. മിനി ലോക്സ്, മിനി റെക്സ് എന്നീ മുയൽ വിഭാഗങ്ങളാണ് ഇവ. ഈ കൂട്ടിലുള്ളത് അബിസിനിയൻ ഗിനിപ്പന്നിയാണ്. നമ്മളിപ്പോൾ പക്ഷികളുടെ വിഭാഗത്തിലാണ് എത്തിയിരിക്കുന്നത്. കാടകളെയാണ് കാണുന്നത്. ഇവിടെ വ്യത്യസ്ത ഇനം കോഴികളെ കാണാം. ഈ ഭാഗത്ത് ഇഗ്വാനകളെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സസ്യബുക്കുകളായ പല്ലിവർഗമാണ് ഇഗ്വാന. ഭൂമധ്യരേഖാ പ്രദേശങ്ങളായ മെക്സിക്കോ, മധ്യ അമേരിക്ക, പോളിനേഷ്യൻ ദ്വീപുകളായ ഫിജി, ടോങ്ക, വെസ്റ്റ് ഇൻഡീസ് പ്രദേശങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. 1768 ആസ്ട്രേലിയൻ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോസഫ് നിക്കോളസ് ലോൻട്രിയാണ് ഈ ജനുസിനെ ആദ്യമായി കണ്ടെത്തിയത്. പക്ഷിവർഗങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്ത ഇനം പ്രാവുകളെയാണ് കാണുന്നത്. നോക്കുക, ഫാൻ ടൈൽ. വാല് ഫാനിൻ്റെ ആകൃതി ആയതുകൊണ്ടായിരിക്കും ആ പേര് വന്നത്.
ബൊക്കാറ ട്രംറ്റർ, ലാഹോർ എന്നിവയെയും കാണാം. ഇത് സാറ്റിനെറ്റ്, തുർക്കി വംശജരാണ്. കിങ് എന്ന വിഭാഗത്തിൽപ്പെട്ട പ്രാവുകളാണ് ഇവിടെ കാണുന്നത്. ഇവ ഇംഗ്ലീഷ് ലോങ് ഫേസ്ഡ് ട്രംബ്ലർ, ഇംഗ്ലീഷ് ട്രംബ്ലർ എന്നിവ. 300ഓളം വിഭാഗത്തിൽപ്പെട്ട പ്രാവുകളെ കണ്ടെത്തിയിരിക്കുന്നു. അല്പം തടിച്ച ശരീരവും കുറുകിയ കഴുത്തും ചെറിയ മെലിഞ്ഞ കാലുകളുമാണ് പ്രാവുകൾക്കുള്ളത്. 3000 മുതൽ 25,000 രൂപ വരെ വിലയുള്ള പൗട്ടർ, കിങ് എന്നീ പല വിഭാഗത്തിൽപ്പെട്ട പ്രാവുകളും കേരള വിപണിയിലുണ്ട്. ഇത് നോർവിഷ് ക്രോപ്പർ, മൊഡേണ എന്നിവരാണ്. വിത്തുകൾ, പഴങ്ങൾ, മറ്റു മൃദു ആഹാരങ്ങൾ എന്നിവയാണ് പ്രാവുകളുടെ ഭക്ഷണം. ഇന്തോമലയ, ആസ്ട്രലേഷ്യ ജൈവവ്യവസ്ഥകളിലാണ് പ്രാവുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. തൊണ്ടയിലെ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുത്ത പാൽ ചുരത്താൻ കഴിവുള്ളവയാണ് പ്രാവുകൾ. പൊമേറിയൻ പൗട്ടർ, സ്ഫിൻക്സ് കാറ്റ് എന്നിവയെയും കാണാം. മനുഷ്യർ വളർത്തുന്ന ഒരു ഓമന മൃഗമാണ് പൂച്ച. ശാസ്ത്രീയ നാമം ഫെലിസ് കാത്തോസ്. എലിയെ പിടിക്കാനും കൂട്ടിനുമാണ് പൂച്ചയെ വളർത്തുന്നത്. മനുഷ്യനുമായി ഏകദേശം 9500 വർഷത്തെ ബന്ധമുണ്ട് ഇവയ്ക്ക്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പട്ടി വർഗ്ഗങ്ങളിലേക്കാണ്. ചിഹുവാഹുവ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കാണുന്ന രീതിയിലുള്ള മെക്സിക്കൻ പട്ടിവർഗമാണ് ചിഹുവാഹുവ. മനുഷ്യനോട് ഏറ്റവും അധികം ഇണങ്ങുന്നതും അനുസരണയുള്ളതുമായ മൃഗമാണ് നായ. കാവലിനും മറ്റു പല ജോലികൾക്കുമായി മനുഷ്യന് കൂട്ടായി നിൽക്കുന്നു. 800-ലധികം വിവിധ ഇനം നായകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ, പേർഷ്യൻ ലോങ് ഹെയർ എന്നീ വിഭാഗങ്ങളെയും കാണാം. ബംഗാൾ കാറ്റ്, പേർഷ്യൻ ലോങ് ഹെയർ എന്നിവയാണ് ഇവ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അലങ്കാര മത്സ്യങ്ങളുടെ അടുത്തേക്കാണ്. വിവിധ ഇനം മറൈൻ ഫിഷുകളാണ് ഇവിടെ കാണുന്നത്. വിനോദത്തിനും മാനസികോല്ലാസത്തിനും വേണ്ടി വീടുകളിൽ അക്വേറിയങ്ങൾ നിർമ്മിച്ച് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു രീതി ഇപ്പോൾ പ്രചാരം സിദ്ധിച്ചു വരുന്നു. ഇവനാണ് ടൈഗർ ഷവൽ നോസ് കാറ്റ്ഫിഷ്. ഇത് ബാൻജാർ റെഡ് അരോണ. കൃത്രിമ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നവയും കാഴ്ചക്ക് മനോഹരവുമായ മത്സ്യങ്ങളാണ് അലങ്കാര മത്സ്യങ്ങൾ. വിനോദത്തിനും വരുമാനത്തിനുമായി ഇവയെ വളർത്തുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പെറ്റ് പാമ്പുകളെയും മക്കാവിനെയും ഒക്കെ തോളിലും തലയിലുമൊക്കെ എത്തി ഫോട്ടോ എടുക്കുന്ന ഒരു സെഷനിലേക്ക് നമുക്ക് കാണാനുണ്ട്. പക്ഷികൾ പോരെങ്കിൽ പാമ്പുകളെയും നമുക്ക് തോളത്തിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഈ മെക്കാവിയുടെ മേക്കപ്പിലാണെന്ന് തോന്നുന്നു. വിവിധ ഇനം മെക്കാവ് തത്തകളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷികളും പറവകളും ഇതാ അവസാനിക്കുന്നില്ല. അവയുടെ കളകൂജനങ്ങൾ കൊണ്ട് നമ്മെ വരവേൽക്കുകയാണ് ഇവിടെ. വിവിധ ഇനം കൊന്യൂഴ്സാണ് ഇവിടെ കാണുന്നത്. പാരക്കീറ്റ് വർഗത്തിൽപ്പെട്ടവ തന്നെയാണ് ഇവ. മറൂൺ പാൻറ്റ് കൊന്യൂർ, പൈനാപ്പിൾ കൊന്യൂർ, ഗ്രീൻ ചീക്ക് കാന്യൂർ, യെല്ലോ സൈഡഡ് കൊന്യൂർ,
സിനമൺ കൊന്യൂർ എന്നിങ്ങനെ വിവിധ ഇനം കൊന്യൂർ പക്ഷികളാണ് ഇവിടെ കാണുന്നത്. ഇവനാണ് ജാക്കബ് ഷീപ്പ്, ഒരു ഡോർഫ് കുതിരയാണ് ഇവിടെ കാണുന്നത്, കുള്ളൻ കുതിര. ഇവിടെ ധാരാളം വെള്ളരികളെ കാണാം. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ശ്വാനന്മാരുടെ ബാക്കി ഇവിടെ തന്നെയുണ്ട്. ഇവരെല്ലാം ക്ഷീണിതരാണെന്ന് പറഞ്ഞു. ഇവൻ കെയിൻ കോഴ്സോ. വളരെ ആകർഷണീയമായ പെസൻ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഗോൾഡൻ ഫെസൻറ്റ്, ലേഡി ആംസ്റ്റർ ഫെസൻറ്റ് എന്നിവ. ഫെസൻ പക്ഷികളുടെ ജന്മദേശം ഏഷ്യയാണ്. വ്യാപകമായി ഇവിടെ കാണപ്പെടുന്നു. കൂടാതെ കാക്കസ് പർവ്വത നിരകളിലും വടക്കൻ താഴ്വരകളിലെ യൂറോപ്പിൻ്റെ അങ്ങേയറ്റത്തെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നു. ഒരു ഗെയിം പക്ഷിയായിട്ടാണ് ഇവ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ മക്കാവു പക്ഷികൾ. അമേരിക്കൻ വൻകരയിൽ കാണപ്പെടുന്ന സപ്തവർണ്ണക്കിളിയാണ് മക്കാവു. തത്ത കുടുംബത്തിൽപ്പെട്ട ഇതിനാണ് തത്തകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നീളമുള്ളത്. പെറുവിൽ ആമസോൺ നദിയുടെ പോസ്റ്റ് നദിയായ തമ്പോപാറ്റയുടെ കരകളിലാണ് ഇത് കൂട്ടം കൂട്ടമായി എത്തിക്കുന്നത്. മഴക്കാടുകളും പുൽമൈതാനങ്ങളും ഇവയുടെ ഇഷ്ടവാസസ്ഥലമാണ്. വർണ്ണവൈവിധ്യം കൊണ്ട് ഇവ ചിറകുള്ള മഴവില്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് മറ്റൊരു ഡാർക്ക് ഹോഴ്സ്. ഇതിൻ്റെ അടുത്ത് തന്നെ നോക്കുക, എമു പക്ഷികളെ കാണാം. ഇവിടെ എമു പക്ഷിയെ കാണാം. ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ് എമു. ആസ്ട്രേലിയയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇറച്ചി, മുട്ട, തുകൽ, എണ്ണ എന്നിവയ്ക്കായി ഇവയെ വളർത്തുന്നു. റാറ്ററ്റ് വർഗത്തിൽപ്പെട്ട കാട്ടുപക്ഷിയാണ് എമു. ഏതു പ്രതികൂല സാഹചര്യങ്ങളുമായി ഇണങ്ങാനുള്ള കഴിവ് ഇതിനുണ്ട്. സീൻകോട്ട് എന്ന ആടാണ് ഇവിടെ കാണുന്നത്. തൊട്ടടുത്തായി ബർബരി കോട്ട്. ബോവിഡോ എന്ന വർഗത്തിലെ അംഗമാണ് ആട്. ചെമ്മരിയാടുമായി അടുത്ത ബന്ധമുണ്ട് ഇതിന്. ഏറ്റവും ആദ്യമായി മനുഷ്യൻ മെരുക്കിയെടുത്ത ജീവികളിലൊന്നാണ് ആട്. 300-ലേറെ ഇനം ആടുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാംസത്തിനും പാലിനും തോലിനും രോമത്തിനുമായി മനുഷ്യൻ ആടുകളെ വളർത്തുന്നു. 2011 കണക്ക് പ്രകാരം ലോകത്താകമാനം 92 കോടിയിലേറെ ആടുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജാക്കബ് ഷീപ്പ്, അതുപോലെ തന്നെ ഈ പാരക്കീറ്റ്, കൊന്യൂർ പക്ഷികളെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ചെറിയ ഇനം തത്തകളാണ് പാരക്കീറ്റ്സ്. വലിയ ഇനം തത്തകൾ മക്കാവൂസും. എല്ലാം വളരെ ഭംഗിയുള്ള ആകർഷണീയമായ പക്ഷി വിഭാഗങ്ങളാണ്. ഇവിടെ ഗാലാക്കൊക്കാറ്റു, ഗ്രീൻ വിങ്ഡ് മക്കാവു എന്നിവയെ കാണാം. വളരെ ബുദ്ധിസാമർഥ്യമുള്ള പക്ഷികളാണ് മക്കാവുകൾ. കുരങ്ങുകളിൽ ചിമ്പാൻസിക്കുള്ള സ്ഥാനമാണ് പക്ഷികളിൽ മക്കാവിനുള്ളത്. ബുദ്ധി മാത്രമല്ല, മക്കാവിന് നല്ല ആയുർദൈർഘ്യവുമുണ്ട്. ശരാശരി ആയുസ് 50 വർഷമാണ്. ഇത് മറ്റൊരിനം മക്കാവു, ഹാർലെക്കിൻ മക്കാവു. ശക്തിയുള്ള ചുണ്ടുകളും കഴുകന്മാരെ പോലും ആക്രമിച്ച് കീഴടക്കാൻ കഴിവുള്ളവരുമാണ് മക്കാവുകൾ. ഇവിടെ ഈ ജലാശയത്തിൽ രണ്ട് കറുത്ത അരയന്നുള്ള ബ്ലാക്ക് സ്വാൻസ് നീന്തി തുടിക്കുന്നതാണ്. വിവിധ ഇനം പറവകളുടെ കളകൂജനങ്ങളാണ് ഇവിടെ നിന്ന് എതിരേൽക്കുന്നത്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, സ്റ്റാർലിംഗ് എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്.
സ്റ്റാർലിംഗ് പക്ഷിയാണ് ഇത്. ഇവൻ എലക്ടസ് ഓസ്ട്രേലിയക്കാരനാണ്. പിന്തിരിഞ്ഞിരിപ്പാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഒന്നിങ്ങോട്ട് തിരിച്ചത്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണിത്. സാധാരണ പച്ച നിറമാണല്ലോ തത്തകൾക്ക്. ഇതിൻ്റെ നിറം നോക്കുക. റെഡ് ലോഡ് ആമസോൺ തത്തയാണ് ഇവൻ. 2 ഈസ്റ്റേൺ റോസെല്ലകളാണ് ഇവിടെ ഇരിക്കുന്നത്. ടാസ്മാനിയ ബാസ് സ്ട്രൈറ്റ് ദ്വീപുകളിൽ നിന്നുള്ള ഒരു തത്ത ഇനമാണ് റോസെല്ല. 14.5 അതായത് 37 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഈ ജനുസിലെ ഏറ്റവും വലിയ ഇനമാണ് പ്ലാറ്റിസർക്കസ് എന്ന റോസെല്ല ഇനം. ഇവരും റോസെല്ലകൾ തന്നെ. പെയിൽ ഹെഡഡ് റോസെല്ല. വൈറ്റ് ഫ്രോണ്ടഡ് ആമസോൺ ആണ് ഇവ. ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്നാണ് ഇവൻ്റെ നാമം. ഇത് ബംഗാൾ ക്യാറ്റ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മത്സ്യങ്ങളുടെ വിഭാഗത്തിലേക്കാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അരാപ്പൊയ്മ എന്ന മത്സ്യമാണ്. അരാപ്പൊയ്മയെപ്പറ്റി നമുക്കറിയാം, മുൻ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നതാണ്. ഫ്രഷ് വാട്ടറിലെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള മത്സ്യമാണ് അരാപ്പൊയ്മ. ഇത് ഏകദേശം 200 കിലോഗ്രാം വരെയൊക്കെ തൂക്കം വരുന്ന ഒരു ഇനം മത്സ്യമാണ്. ശുദ്ധജല മത്സ്യങ്ങളിൽ ഏറ്റവും വലുത്. എപ്പിസോഡ് നമ്പർ 128 ചാവക്കാട് മറൈൻ അക്വേറിയത്തിൽ നമ്മൾ കണ്ട അരാപ്പൊയ്മയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. പിരാന മത്സ്യങ്ങളാണിവ. കൂട്ടമായി വന്ന് ഏത് ശത്രുവിനെയും ഇരയാക്കാൻ കഴിവുള്ളവയാണ് ഇവ. റെഡ് ടൈൽ കാറ്റ്ഫിഷ്, പാങ്കാസിയസ്, ജയൻ ഗൗരാമി, പ്ലാറ്റിനം ഗർബ് എന്നിവയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മത്സ്യങ്ങൾ. ഇവയിൽ പ്ലാറ്റിനം ഗർബ് വളരെ വിലപിടിപ്പുള്ള ഒരു മത്സ്യമാണ്. എപ്പിസോഡ് നമ്പർ 128 പ്ലാറ്റിനം ഗാർബിനെ കുറിച്ചും മറൈൻ അക്വേറിയം ചാവക്കാടിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നതാണ്. കാണാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അരാപ്പൊയ്മ മത്സ്യങ്ങളെ പോലെ തന്നെ മറ്റൊരു വലിയ ശുദ്ധജല മത്സ്യമാണ് അലിഗേറ്റർ ഗാറുകൾ. ഇവയുടെ വെള്ള നിറത്തിലുള്ള വിഭാഗമാണ് പ്ലാറ്റിനം അലിഗേറ്റർ ഗാറുകൾ. വളരെ വിലപിടിപ്പുള്ള മത്സ്യങ്ങളാണ് പ്ലാറ്റിനം അലിഗേറ്റർ ഗാറുകൾ. ഇവിടെ ഹുഡ് റാറ്റ്, ബിയർഡ് ഡ്രാഗൺ, ഹെഡ്ജ് ഹോഗ് എന്നിവയെ കാണാവുന്നതാണ്. ഇവിടെ വീണ്ടും നമുക്ക് ചില ഇനം മെക്കാവ് തത്തകളെ കൂടി കാണാവുന്നതാണ്. ഗ്രീൻ വിങ്ഡ് ബ്രസീലിയൻ മെക്കാവ്,
സ്ക്വിറൽ മങ്കി അല്ലെങ്കിൽ അണ്ണാൻ കുരങ്ങാണ് ഇവിടെ ഈ കാണുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള മീഡിയം സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റുവാണ് ഇവിടെ ഈ കാണുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ ഹോൺബില്ലാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്ന ഈ വേഴാമ്പൽ ബ്രസീലിൽ നിന്നുള്ളതാണ്. ഫെസൻസ് പക്ഷികൾ ഇവിടെയുമുണ്ട്. ഇത് റെഡ് ഹാൻഡഡ് ടാമറിൻ. ബ്ലാക്ക് ടർട്ടഡ് മർമോസിക് മങ്കിയെ കാണാം ഇവിടെ. കീരിവർഗത്തിൽപ്പെട്ട ഫെററ്റുകളെയും ജർബോവ എന്ന ജീവിയെയുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് പ്രയറി ഡോഗ്. മീർക്കാറ്റ് എന്ന ജീവിയാണ് ഈ കാണുന്നത്. പിൻകാലുകളിൽ നല്ലവണ്ണം നിവർന്നു നിൽക്കാൻ കഴിവുള്ളവയാണ് ഇവ. ഇപ്പോൾ നമ്മൾ കാണുന്നത് വൈറ്റ് ടഫ്റ്റഡ് മർമോസിക് എന്ന ജീവിയെയാണ്. റോട്ട് വെയിലർ, സെർബിയൻ ഹസ്കി എന്നീ ജീവികളാണ് ഈ കാണുന്നത്. അമേരിക്കൻ ബുള്ളി എന്ന ഡോഗാണ് ഇത്. ഇവൻ ഇംഗ്ലീഷ് ബുൾ ടെറിയർ. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കണ്ട ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയായി. പുറത്തേക്കുള്ള വഴി ഇവിടെ ഒരു സ്റ്റോർ ക്രമീകരിച്ചിരിക്കുന്നു. വീണയും കരകൗശല വസ്തുക്കളും ഡോൾസും കുട്ടികൾക്കുള്ള ടോയ്സുമൊക്കെ ഇവിടെ ലഭ്യമാണ്. കൂടാതെ കുട്ടികൾക്കുള്ള ചില കളികളും കമ്പ്യൂട്ടർ ഗെയിംസുമൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചാവക്കാട് മറൈൻ അക്വേറിയത്തിലെ പോലെ തന്നെ ഇവിടെയും അവസാനത്തെ ഇനം കോഴിക്കാപ്പുകൾക്കുള്ള തീറ്റ കൊടുക്കലാണ്. കോഴിക്കാപ്പ് ഫിഷുകൾക്കുള്ള ഫീഡിംഗ് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റേഷനോട് വിട പറയുകയാണ്. ഞങ്ങളിതാ നാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. വഴിമധ്യേ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്കൊന്ന് കയറുന്നുണ്ട്. മുഴുപ്പിലങ്ങാടിലേക്കുള്ള ദൂരമൊന്ന് നോക്കുക. 33 കിലോമീറ്ററാണ് ദൂരം. 1 മണിക്കൂർ നേരത്തെ യാത്ര എന്ന് കാണുന്നു. ടൗണിലൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം കുറച്ച് അധികം സമയമാവുന്നത്. ഇതാ നമ്മൾ മുഴുപ്പിലങ്ങാട് തീരത്ത് എത്തിയിരിക്കുകയാണ്. മുഴുപ്പിലങ്ങാട് തീരത്തിൻ്റെ പ്രത്യേകത ഒരു ഡ്രൈവിംഗ് ബീച്ച് ആണ് എന്നുള്ളതാണ്. നമുക്ക് വണ്ടി കടപ്പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാം. ബീച്ചിലൂടെ വണ്ടി ഓട്ടാൻ കഴിയുന്നതാണ്. ഇതാ കടൽ തീരത്ത് വളരെ പരിമിതമായ ആളുകൾ മാത്രമേയുള്ളൂ. സായാഹ്നമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. അസ്തമയ സമയത്തേക്കാണ് ആളുകൾ ഇവിടെ വളരെയധികം എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഒഴിഞ്ഞൊരു ബീച്ചാണ്. വളരെ വിശാലമായൊരു ബീച്ചാണ്. അതുപോലെ തന്നെ വളരെ കൗതുകരമായ കാഴ്ചകൾ നൽകുന്ന ഒരു ബീച്ചും കൂടിയാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. ചെറിയൊരു ഫോട്ടോ സെഷന് ശേഷം കണ്ണൂരിനോടും മുഴുപ്പിലങ്ങാട് ബീച്ചിനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.
നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.